നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അലോ എംബഡിംഗ് അങ്ങനെ ഒന്ന് രണ്ട് കിട്ടുന്ന ഗുണം അല്ലെങ്കിൽ ദോഷത്തെ പറ്റിയാണ് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ. ഇവിടെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എന്റെ വീഡിയോയിലും ഈ ഒരു ഓപ്ഷൻ അലോ എംബഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺ ആക്കുന്നത് കൊണ്ടുള്ള ദോഷവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഒത്തിരി പേര് ചോദിച്ച ഒരു ഡൗട്ടിനെ പറ്റിയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് YT സ്റ്റുഡിയോയിലെ ടാഗ് കൊടുക്കുമ്പോൾ താഴെയായിട്ട് ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ, അതിന് തൊട്ട് മുകളിലായിട്ട് അലോ എംബഡിംഗ് അങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഈ ഓപ്ഷൻസ് ഓണും ഓഫും ആക്കുന്നത് കൊണ്ട് നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന ഗുണം അല്ലെങ്കിൽ ദോഷത്തെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം എന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ അതൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ YT സ്റ്റുഡിയോയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലോ ടാഗിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ അത് ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ എവിടെയാണ് കാണുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. താഴെയായിട്ട് കണ്ടന്റ് കാണും. അപ്പോൾ കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ മുകളിലായിട്ട് കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിൽ ഏറ്റവും താഴെയായിട്ട് മോർ ഓപ്ഷൻസിൽ ടാഗ്, കാറ്റഗറി, കമന്റ് എന്ന ഓപ്ഷൻസ് കാണാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ എന്റെ വീഡിയോയിലും ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഈ വീഡിയോയിൽ എത്ര ലൈക്ക് കിട്ടി എന്നുള്ളത് മറ്റുള്ള വ്യൂവേഴ്സിന് കാണാനായിട്ട് കഴിയും. ഇല്ല, ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഓഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസിന് എത്ര ലൈക്ക് കിട്ടി എന്ന് വ്യൂവേഴ്സിനോ മറ്റാർക്കും കാണാനായിട്ട് കഴിയില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. എത്ര നമ്മുടെ വീഡിയോസിന് ലൈക്ക് കിട്ടി എന്നുള്ളത് കാണണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ മറ്റാർക്കും എത്ര ലൈക്സ് കിട്ടിയെന്ന് കാണാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്കൊരു വീഡിയോസിന് എത്രത്തോളം ലൈക്ക് കിട്ടുന്നോ അത്രത്തോളം നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഇംപ്രഷൻ കൂട്ടാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അലോ എംബഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇത് നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സിന് വളരെ ഉപകാരപ്രദവും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മുടെ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ള ഓപ്ഷന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഒരു ഓപ്ഷനാണ് അലോ എംബഡിംഗ്. ഈ അലോ എംബഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നത് കൊണ്ട് നമ്മുടെ പോലുള്ള ക്രിയേറ്റേഴ്സിന് എന്താണ് ദോഷമെന്നും ഓഫ് ആക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്നും നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺ ആക്കുന്നത് കൊണ്ടുള്ള ദോഷവും ഓഫ് ആക്കുന്നത് കൊണ്ടുള്ള ഗുണവുമാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്ന ഓപ്ഷന് താഴെയായിട്ട് കാണുന്ന ഒരു ഓപ്ഷനാണ് അലോ എംബഡിംഗ്. ചിലർക്ക് ബൈ ഡിഫോൾട്ട് ഇത് ഓൺ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പോലുള്ള യൂട്യൂബേഴ്സിന് ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തു, അതൊരു വ്യൂവർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാട്സപ്പ് വഴിയോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വഴി അവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ കാണാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ ഷെയർ ചെയ്തത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് അവർക്ക് കഴിയും. ഇനി ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കിയാണ് വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ ഷെയർ ചെയ്തത് ആ ഒരു ഇപ്പോൾ എക്സാമ്പിൾ വാട്സപ്പിലാണ് ഷെയർ ചെയ്തത് എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് വാട്സപ്പിൽ കാണാനായിട്ട് കഴിയില്ല. ഡയറക്റ്റ്ലി നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് കഴിയും. ഇത് തന്നെയാണ് നമ്മുടെ പോലുള്ള യൂട്യൂബേഴ്സിന് ആവശ്യവും. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ മറ്റൊരാൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ കാണുന്നതാണ് നമ്മുടെ പോലുള്ള യൂട്യൂബേഴ്സിന് നല്ലത്. കാരണം മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലുകാർക്ക് വാച്ച് അവർ കൂട്ടാനും മോണിറ്റൈസ്ഡ് ആയ ആൾക്കാർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്
ഉണ്ടാവാനും ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ആക്കിയാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന് എത്ര ലൈക്ക് കിട്ടി എന്നുള്ള കാര്യം ബാക്കി വ്യൂവേഴ്സിന് കാണാനായിട്ട് കഴിയും. ഇല്ല, നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കിയാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടിയെന്നുള്ളത് മറ്റാർക്കും കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് ഓൺ ആക്കി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി അലോ എംബഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറ്റി പറയാം. അതിൽ നമ്മൾ ഓൺ ആക്കിയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ഒരു വ്യൂവർ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ അവർ ഷെയർ ചെയ്യുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഓഫ് ആക്കിയാണ് ഈ ഒരു ഓപ്ഷൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഏത് പ്ലാറ്റ്ഫോമിലാണോ അവർ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം വഴി കാണാനായിട്ട് കഴിയില്ല, ഡയറക്റ്റ്ലി നമ്മുടെ യൂട്യൂബിൽ തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യം ഇനിയും വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.